ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 18ാമത്തെ ചാപ്റ്ററാണ് കൺസ്ട്രക്ഷൻ. 18ാമത്തെ ചാപ്റ്ററാണ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ചില റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അങ്ങനെയുള്ളതൊക്കെ വരയ്ക്കാനാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ വരയ്ക്കാന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അതിൻ്റെയൊക്കെ ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കാം. പിന്നെ ബാക്കി നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷനും നിങ്ങൾ വരച്ച് നോക്കണം. എല്ലാ മോഡലും പഠിച്ചിരിക്കണം. എല്ലാ മോഡലും നമ്മൾ ഓരോന്നിടത്ത് വരയ്ക്കുന്നുണ്ട്. ബാക്കി എല്ലാ കൺസ്ട്രക്ഷൻസും നമ്മൾ പഠിച്ചിരിക്കണം, വരച്ച് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. കൺസ്ട്രക്ഷനാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ ചോദിക്കണത്. ട്രയാങ്കിൾസ് അതേപോലെ റെക്റ്റാങ്കിൾസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. അത് പല രീതിയിലാണ്. ഇപ്പോൾ ഒരു കണക്ക് നോക്കിയാൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, AB 4 സെൻറ്റിമീറ്റർ, AC 5 സെൻറ്റിമീറ്റർ, BC 6 സെൻറ്റിമീറ്റർ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം AB വരയ്ക്കുക. 4 സെൻറ്റിമീറ്ററിൽ AB വരച്ചതിന് ശേഷം കോമ്പസിൽ നമ്മൾ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് AC ആണല്ലോ, ഈ എൻഡിൽ നിന്ന് കോമ്പസ് ഇങ്ങനെ കട്ട് ചെയ്യാം. അതിന് ശേഷം ബിയിൽ നിന്ന്, BC 6 പറഞ്ഞുള്ളത്, ബിയിൽ നിന്ന് 6 എടുത്തിട്ട് കോമ്പസ് ഇവിടെ കട്ട് ചെയ്യാം. എന്നിട്ട് ആ ട്രയാങ്കിൾ കൂട്ടി വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാൻ പറ്റണത്. ഇനി ഇതേപോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് തന്നിരിക്കുന്ന അളവുകളാണ്. AB 5 സെൻറ്റിമീറ്ററും കോൺ A 40 ഡിഗ്രിയും BC 4 സെൻറ്റിമീറ്ററും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്ററിൽ AB വരയ്ക്കുക. പ്രൊട്രാക്ടറിൽ നമ്മൾ കോൺ A 40 ഡിഗ്രി എടുക്കുക. പിന്നെ ബിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ, അതായത് 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് ബിയിൽ നിന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതെല്ലാം യോജിപ്പിക്കാം. ഇങ്ങനെയാണ് 2 തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വരുന്നത്. വേറെ ടൈപ്പ് തന്നിരിക്കുന്നത് BC 3.6 സെൻറ്റിമീറ്റർ, കോൺ B 45 ഡിഗ്രി, AB + AC 8.2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെന്ന് പറയുക നോക്കിയാൽ 3 കൃത്യമായിട്ടൊരു അളവല്ല അല്ലേ തന്നിരിക്കണേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചുകൊണ്ടാണ് ആ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള BC 3.6 സെൻറ്റിമീറ്ററിൽ ആദ്യം വരയ്ക്കുക. പിന്നെ കോൺ B 45 ഡിഗ്രി വരയ്ക്കുക. നീട്ടി അങ്ങോട്ട് വരയ്ക്കാണ്ട് അതിനെ K എന്ന് കൊടുക്കുക. അപ്പോൾ BK ആയി. ഇനി ഈ സിയിൽ നിന്ന് ഈ BKയിലേക്ക് 8.2 കട്ട് ചെയ്യുക. 8.2 എവിടെ നിൽക്കണം? സിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ലൈൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ P എന്ന് കൊടുത്തു. ഈ CP ഉണ്ടല്ലോ, ഈ CPയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് 8.2 അല്ലേ, 4.1 കൂടുതൽ, പകുതിനേക്കാളും കുറച്ച് കൂടുതൽ കോമ്പസിലെടുത്തിട്ട് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ എൻഡിൽ കുത്തിയിട്ട് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യാം. എന്നിട്ട് അത് ജോയിൻ്റ് ചെയ്ത് വരുമ്പോൾ അതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ CPയിലുണ്ട് അല്ലേ, അതിൽ നിന്ന് BPയിലുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ കൂട്ടിമുട്ടി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ സിയിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇതാണ് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. എങ്ങനെ വരച്ചതെന്ന് മനസ്സിലായില്ലേ? ആദ്യം നമുക്ക് തന്ന BC എടുത്തു. BC എടുത്തിട്ട് കോൺ B അടയാളപ്പെടുത്തി അത് നീട്ടി അങ്ങോട്ട് വരച്ചു. അതിന് K എന്ന് കൊടുത്തു, BK എന്ന് കൊടുത്തു. അതിനുശേഷം 8.2 സിയിൽ നിന്ന് ഈ BKയിൽ കട്ടുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അത് BKയിൽ അല്ലെങ്കിൽ BPയിൽ കൂട്ടിമുട്ടുന്നിടത്ത് നമ്മൾ സിയിലേക്ക് കണക്ഷൻ വരച്ചു. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ചോദിച്ചിരിക്കുകയാണ്. റെക്റ്റാങ്കിളിൻ്റെ AB 4 സെൻറ്റിമീറ്ററും AC 5 സെൻറ്റിമീറ്റർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ എക്സ്ട്രാ ആയിട്ടൊരു കാര്യം കൂടി അറിയാം. എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം AB 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇതിൻ്റെ 2 അറ്റത്തു നിന്നും, Aയിൽ നിന്നും Bയിൽ നിന്നും 90 ഡിഗ്രി അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. AC തന്നിട്ടുണ്ട് അല്ലേ. AC എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. കോമ്പസിൽ 5 എടുത്തിട്ട് ഈ Bയിൽ നിന്ന് നീട്ടി വരച്ചതിൽ നമ്മൾ കട്ടുണ്ടാക്കി ജോയിൻ്റ് ചെയ്തു. ഇനി ഈ ജോയിൻറ്റിൽ നിന്നും Bയിലേക്കുള്ള ലെങ്ത്ത് അളന്നെടുക്കുക. അത് ഇവിടെ നിന്ന് Aയിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ കട്ടുണ്ടാക്കുക, അതിനങ്ങോട്ട് ജോയിൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റെക്റ്റാങ്കിൾ കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്കിതിൽ കൺസ്ട്രക്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചുള്ള ടൈപ്പാണ് ഇത്തിരി ടഫ് വരിക.
ബാക്കിയൊക്കെ സിമ്പിളാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരച്ച് പഠിക്കുക. താങ്ക് യു.